ഒരു ഉറുമ്പ് വിചാരിച്ചാൽ നമ്മുടെയൊക്കെ ചന്തിൽ കടിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ വിചാരിച്ചാൽ ഒരു ഉറുമ്പിൻ്റെ ചന്തിൽ കടിക്കാൻ പറ്റുമോ? ഇന്ന് കണ്ട ഒരു റീലാണ് ശുഭദിനം. എന്തോന്നിടേ ഇതൊക്കെ. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയാൻ പാടില്ല. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തെndi കണ്ടേ? ഏതോ കട്ടണ്ടി കണ്ട് കൊച്ചു പേടിച്ച്. സ്വച്ഛമായ നദി, ശുഭരാത്രി. അതെന്താടാ നിനക്ക് തെലുങ്കില് പറഞ്ഞാല്? ശുഭരാത്രി തെലുങ്കിൽ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. തെലുങ്ക കന്നഡ കൊത്താ, എനിക്ക് അറിയില്ല ഇത് ഏത്. വേണ്ട, ഒന്ന് പൊട്ടിക്കരയടേ. അയാളുടെ വായിക്കണ മൊത്തം കേട്ടിച്ച് ഇപ്പുറത്ത് മാറിയെന്ന് മീശ വിരിക്കുന്നു. ചേട്ടനൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ? ദേശീയ പതാക ഉയർത്തിക്കഴിഞ്ഞ് ഭാരത് മാതാ കി ജയ് എന്നാണ് ഉദ്ദേശിച്ചത്. ലേശം മാറിപ്പോയി. ഓക്കെ, എന്താണ്? വലിക്ക് അഴിക്ക്. ഓക്കെ. മാതാപിതാക്കി എന്റെ ഭാരത് മാതാവേ. മാതാപിതാ ഗുരു ദൈവം എല്ലാരും പോരട്ടെ. ആരെയും വിട്ടു കളഞ്ഞില്ല ചേച്ചി. ब्रेक फेल हो गई, अब क्या करूं? ബ്രേക്ക് പോയോ അവന്റെ? ये लो, तुम पहन लो। पर क्यों? पहनो। അവർക്ക് ഹെൽമെറ്റ് കൊടുത്തു, അവൻ ചാവാൻ റെഡിയായി. ചത്ത്. बेबी मेरे लिए भी हेलमेट लो ना. बाद में ले लेंगे. അയ്യേ, ഒരു സ്കൂട്ടറിന്റെ ബ്രേക്ക് പോയി കഴിഞ്ഞാൽ ആക്സിലേറ്റർ വിട്ടു കൊടുത്താൽ മതി, തനിയെ വണ്ടി നിന്നോളും. ഇവൻ ഹെൽമെറ്റ് എടുത്ത് അവൾക്ക് കൊടുത്തേച്ചും കത്തിച്ചു വിടുവാപ്പ. ഇജാതി മൊണ്ണ. ഇങ്ങനത്തെ മൊണ്ണകളെ നമുക്ക് നോർത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ. എടാ ഇത് അനങ്ങാൻ തുടങ്ങിയടാ. എടാ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ കേട്ടോ. തുള്ളിത്തുള്ളി പോണ്ട, അതിനൊന്നും പിടിച്ചു നിർത്തടാ ആരെങ്കിലും. രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് വെള്ളിത്തരം തുടങ്ങി. തോട്ടം നിന്റെ നോട്ടം എന്റെ ഉള്ളില് പന്ത് പോലൊരു ഉരുണ്ടുകേറ്റം. അങ്ങനെ എന്തായാലും ഉരുണ്ട് കേട്ടോണ്ടെങ്കിൽ ഒന്ന് കക്കുസി പോയിട്ട് വാ. കണ്ട കള്ള പെരുമാറ്റം. അടുത്ത നോക്കാം. താടിക്കാരന്റെ മൂഞ്ചത്തി. എടാ ഇതൊന്നും കഴിഞ്ഞില്ലേ? ഇതിനൊക്കെ വംശനാശം വന്നെന്നാ ഞാൻ കരുതിയത്. കാന്താരി അൾട്രാ പ്രോ മാക്സ്. സാധാരണ 18-20 വയസ്സ് കഴിയുമ്പോഴേക്കും കുറച്ച് ബോധം വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഇത് കുറച്ച് പ്രായപൂർത്തിയായ കാന്താരിയാണ്. കടൽ തീരത്തൊക്കെ ജീവനുള്ള ഞണ്ട് ഓടി നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു ജീവനുള്ള ഞണ്ടിനെ വാങ്ങുന്നത്. ചൂടുവെള്ളം ഒഴിച്ചോ ആവി കയറ്റിയോ അതിനെ കൊല്ലാമെങ്കിലും എനിക്കതിന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെ ഫ്രീസറിലേക്ക് കയറ്റി. ചേച്ചി അതുകൊണ്ട് ഞാൻ അതിനെ ഫ്രീസറിലേക്ക് കയറ്റി. ഒറ്റടിക്ക് കൊല്ലേണ്ട ഞണ്ടിനെ ചേച്ചി ഇഞ്ചിഞ്ചായിട്ട് കൊന്നു. இன்னைக்கு நல்ல குழம்பு கேட்டேன். எங்க வீட்டுல மீன் குழம்பு തിന്നണ കണ്ടിട്ട് എനിക്ക് അടക്കണ്. இங்க பாருங்க பாரு மீனோட மண்டை.
മീനോட മണ്ട. മീനിന്റെ മണ്ടയോ? അതിനൊക്കെ ആ സാധനം ഉണ്ടായിരുന്നു ഇത്രയും വലുത്? തിമിംഗലം വലുതാണോ? കുറെ ഉണ്ടല്ലോ ക്ലാസ് കുറെ. ഇതന്നെ മാംഗോ ഫ്രൂട്ടിയും പാലുവോ? ഇതെല്ലാം ഈ ശരീരത്തേക്കുള്ള ഇതെന്നതാടാ ഇങ്ങനെ തിന്നുന്നതാണോ ഈ കാണുന്നത്? തിന്നണ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് അങ്ങോട്ട് പറയണ്. ഒരു ഭക്ഷണം തിന്നുന്ന രീതിയുണ്ട്, ഒരു വൃത്തി വേണ്ടേ? നിന്റെ വായിൽ വെച്ചല്ലോ തിന്നുന്നതെന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് എന്നാ പറയാനാ? തിന്നുന്നതിന് വലിയ ഒരു മര്യാദ. സന്തോഷം സന്തോഷം. കാണുന്നവർക്ക് മാത്രം സഹതാപം. ഓ തേങ്ങ വെള്ളം നിന്റെ അച്ഛൻ വന്ന് കുടിച്ചോപ്പോ മാസായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല കേട്ടോ. അയ്യേ ആ പറ, എന്നോട് പറ, എന്ത് പറയൂ കാണിച്ചത്? നിങ്ങക്ക് വിജയണ്ണൻ എന്താന്ന് അറിയോ? വിജയണ്ണൻ നീ ഏത് മൊണ്ണയാണെന്ന് പോലും മനസ്സിലാവണില്ല. വിജയണ്ണൻ എങ്ങനെയെന്ന് അറിയോ? നിങ്ങൾ ഒരു അഭിനയിക്കും, വിജയണ്ണന്റെ കൂടെ ഒരു ഷോട്ടിൽ നിന്ന് അഭിനയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഇങ്ങനെ പറയുമ്പോ എനിക്ക് സഹിക്കില്ല. നിങ്ങൾ അത് വിജയണ്ണൻ നിൽക്കുന്ന സ്ക്രീനിൽ ഒരു ഷോട്ടിൽ നിങ്ങൾക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? ടെൻഷൻ ഇല്ലാണ്ട്. അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇങ്ങനെയൊന്നും പറയരുത്. ആങ്കറിന്റെ എക്സ്പ്രഷൻ നോക്കിയേ. ഈ മലരിനോടൊക്കെ എന്തിനാണാവോ ഇന്റർവ്യൂവിന് വരാൻ പറഞ്ഞത്? ആൾക്ക് അഭിനയിക്കാൻ അറിയാം, അതുകൊണ്ടല്ലേ ഈ ലോകം മൊത്തം ഇഷ്ടപ്പെടുന്നത്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ. ഉണ്ണിക്കണ്ണ നിർത്തി വീട്ടിൽ പോ. ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എങ്ങനെ അടുത്ത ജന്മത്തിൽ ഒരു ജീവിയായിട്ട് ജനിക്കാൻ താല്പര്യം? ഏത് ജീവിയായിട്ട് ജനിക്കാനാണ് താല്പര്യം? പീകോക്ക്. പീകോക്ക് എന്തുകൊണ്ടാണ് പീകോക്ക്? നല്ലൊരു ജീവിയല്ലേ? എന്താണ് പീകോക്ക്? മയിലിലേക്ക് ഇജാതി കമന്റ്. അടുത്ത തവണയെങ്കിലും നീ ഒരു മയിലായിട്ട് ജനിക്ക്, അടികൊള്ളാണ്ട് ജീവിക്കും. അതിന്റെ കാണാനും ഉണ്ട്. വ്യത്യസ്ത ആൺമയിലിനാണ് മറ്റേ പീലിയൊക്കെ വിടർത്തിയുള്ള സംഭവം. ഈ ചോദ്യം ചോദിക്കുന്നവർക്കൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പെണ്ണിന് പീലി ഉണ്ടാവത്തില്ല, പീലില്ലാത്ത ഒരു മയിലായ മതി. സ്വന്തം തള്ള അവിടെ ചാവാൻ കിടക്കണം. അതിന്റെ ഫ്രണ്ടിൽ വന്നു വെച്ചാൽ അവള് എവിടുന്ന് വരുന്നടാ ഇതൊക്കെ? പെങ്ങളും മൂത്തത് ഉള്ളതും എല്ലാം ഉണ്ട് കേട്ടോ. സമ്മതിക്കണേ നിങ്ങളെയൊക്കെ. ഇതൊക്കെ ഏത് ലോകത്താണ് നിങ്ങളൊക്കെ ജീവിക്കണം? ഹ്യൂമാനിറ്റിക്കൊന്നും ഒരു വിലയില്ല. അവരങ്ങോട്ട് വേറെ ലോകത്താ. Chipun. Chipun. Yes, ma'am. A computer mouse is known as this. A computer mouse is known as pointing device. Well done, Chipun. Rasmi. Yes, madam. Which type of software in a operating system? Operating system is a system software. Well done, Rasmi. Thank you, madam. Chipun. Well done, Chipun. എടാ ഇവര് ഇപ്പോഴും 2008 ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇതൊക്കെ ഏത്? Well done, Chipun. അവിടെ തല്ലടാ മോനെ, നിന്റെ നെറ്റിയിലെ ആളൊക്കെ ഉണ്ട്. കണ്ണാടിത്തുണ്ട് ചുണ്ടത്തുണ്ട് ചിങ്കാരച്ചുണ്ട്. സ്വന്തം പേരിനോട് 100% നീതി പുലർത്തിയ ഒരുത്തൻ ഇവനാണ് കേട്ടോ. ആ കാര്യത്തിൽ എനിക്ക് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയോ എൻ്റെ പേര്? കുതിരക്കണ്ണാപ്പി. സ്വന്തം പേരിനോട് ഇത്ര കൂറ് പുലർത്തി ഒരുത്തൻ. നീ മുത്താടാ മോനെ, നിന്നെ എനിക്കിഷ്ടായി. നെറ്റിലെന്തുവാ? കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പച്ച ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു നീല ലൈൻ കൂടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ചുമല വരും, മഞ്ഞ വരും, കറുപ്പ് വരും. ജർമ്മൻ ഫ്ലാഗ് എവിടെ മോനു? ആഹാ, ഏതോ പരിചയമുള്ളൊരു മുഖമാണല്ലോ. അവിടെ കിടന്നോ, പുറകോട്ട് പോടാ. അങ്ങോട്ട് പോകണ്ട, അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രശ്ന. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുലുക്കം തുടങ്ങും. കിടന്നുറങ്ങിക്കോട്ടെ, ശല്യം ചെയ്യണ്ട. ഒരിക്കലും നമ്മളൊരു മോതിരം ഒരാൾ ചോദിച്ചാലും ഊരി കാണിച്ചു കൊടുക്കരുത്. എപ്പോഴും ഇങ്ങനെ കാണിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ പിടിച്ചിട്ടേ കാണിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ കൊടുത്ത കല്ലുകളൊന്നും തിരിച്ച് കയറിയിട്ടില്ല. ഈ പുള്ളിയല്ലേ പറഞ്ഞത് ഇതാർക്കും ഊരിക്കൊടുത്ത് കാണിക്കരുതെന്ന്. എന്നിട്ട് ഈ പുള്ളി ഇപ്പൊ എന്താ കാണിച്ചു കൊടുത്തേ? ഒരാൾ ചോദിച്ചാലും ഊരി കാണിച്ചു കൊടുക്കരുത്.
എൻ്റെ പൊന്നെണ്ണ എന്തോന്നടേ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. പറയുമ്പോൾ പോലും പുള്ളി അത് ഊരി കാണിക്കുക. ഇച്ചാതി ഊക്ക് മേടിക്കാൻ വേണ്ടി കുറേ എണ്ണങ്ങൾ. എന്നാ പറയാനാ ഇവരോടൊക്കെ. നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോവാം. എന്ത് ധൈര്യത്തിലാ നീ എന്ത് ധൈര്യത്തിലാ നീ KDN കമ്പനിയുടെ അപ്പോയിന്റ്മെന്റിൽ പ്രേമലേഖനം എഴുതിയത്? മഴയായി പെയ്യുന്നതും കാത്തിരിക്കുക അത്രേ. മഴയായിട്ടല്ല, നിന്റെ തലമണ്ടയിൽ ഇടുത്തിയായിട്ടായിരിക്കും വീഴുന്നത്. മനസ്സിലായിടേ വേഴാമ്പലേ. അതായാലും കൊള്ളാമല്ലേ, കറക്റ്റ് അതുപോലെ തന്നെയുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്കും നിങ്ങൾക്കും തോന്നിക്കാണും, എനിക്കങ്ങനെ തോന്നി. എന്താണെങ്കിലും അത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് പുള്ളിക്കാരി. ഇതൊരു കഴിവാണെന്ന് വെച്ചാൽ ഇതൊരു കഴിവ് തന്നെയാണ്. കറക്റ്റായിട്ട് അതൊക്കെ ഒപ്പിച്ചെടുത്ത് കറക്റ്റ് ആ ഡയലോഗുമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചില്ലേ. എന്താണേലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്ത എന്നെ ഇഷ്ടപ്പെടുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.